നേരം ആയല്ലോ മതി പഠിച്ചത്. ചേച്ചി എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഓ പഠിച്ച് മല മറിക്കാൻ പോവല്ലേ, എനിക്ക് ഉറങ്ങണം. നീ കിടന്ന് ഉറങ്ങിക്കോ. ലൈറ്റ് ഓഫ് ആക്കടി. ഞാൻ പഠിക്കണം കണ്ടുകൂടെ നിനക്ക്? നിനക്ക് പഠിക്കണമെങ്കിൽ താഴെ പോയിരുന്നു പടി പോ. വലിയ കഷ്ടമല്ല ചേച്ചി, കിടന്ന് ഉറങ്ങിപ്പോ. എനിക്ക് ലൈറ്റ് ഇട്ടോണ്ട് ഉറങ്ങാൻ പറ്റൂലെന്ന്. നീ ആ ബെഡ്ഷീറ്റ് എടുത്ത് മുഖത്തോടെ ഇങ്ങനെ മൂടിക്കോ, അപ്പൊ ഉറങ്ങാം. കഷ്ടം തന്നെ ഇത് കഷ്ടമല്ലോ അങ്ങോട്ടെ. എനിക്ക് പോരെ പറ്റൂല. പോടി എന്റെ റൂമിൽ നിന്ന്. എന്തോന്ന് പിള്ളേരെ, പാതിരാത്രിയായാലും മനുഷ്യന് സമാധാനം തരൂലേ? എപ്പോഴും വേണം. എന്നെ പഠിക്കാൻ സമ്മതിക്കില്ല അമ്മ. പഠിക്കായിരുന്നോ? ആ നമ്മള് പഠിച്ചില്ലെങ്കിൽ ഇനി ഒരു രക്ഷയില്ല അച്ഛാ. അല്ല അതെന്തോറ്റി ഇന്ന് മാത്രം ഇങ്ങനെ പ്രത്യേകിച്ച്? അതെ എന്റെ എക്സാം ഒക്കെ വരെയല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന് പഠിക്കാന്ന്. അപ്പൊ എനിക്ക് ഉറങ്ങണ്ടേ? അവൾ പഠിക്കട്ടെ. വല്ലപ്പോഴുമാണ് അവൾക്ക് ഒരു ഇങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നത്. ശരിയാ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ താഴെ പോയിരുന്ന് പഠിക്കാം. അതാണ് നല്ലത്. ഒരുപാട് പഠിക്കാനുള്ളത്. എന്നാ പിന്നെ മക്കൾ അങ്ങനെ ചെയ്യും, അതാണ് നല്ലത്. ആർക്കും ഡിസ്റ്റർബൻസ് ആവില്ല. നിന്റെ കാര്യം നോക്കാം, അവളെ കാര്യം നോക്കാം. പോണേ. എല്ലാ ബുക്കും എടുത്തോ. മണി, നമ്മുടെ പിള്ളേരൊക്കെ നന്നായി തുടങ്ങിയല്ലോ. നോക്ക്. അല്ലെങ്കിലേ അവൾ എന്റെ മോളാ, എന്റെ സ്വഭാവമാണ്. അതെ അതെ, എത്ര നാൾ ഈ മാറ്റം ഉണ്ടാവും കണ്ടറിയാം. ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. പിന്നെ മണി, അവളെ രാത്രി ഉറക്കമില്ലാതിരുന്ന് പഠിക്കാൻ പോവാം. നീ അവൾക്ക് കട്ടൻ ചായയും അതുപോലെ തന്നെ മിച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയായിട്ട്. ഓക്കെ മോളെ, ഗുഡ് നൈറ്റ്. അച്ഛാ ലൈറ്റ് അണച്ചിട്ട് പോണേ. ഓ അല്ല, നിങ്ങൾക്കാർക്കും ഉറങ്ങിയൊന്നും വേണ്ടേ? മോളിരുന്ന് പഠിക്കുന്നു, ശല്യം ചെയ്യണ്ട. അല്ല, നീ എന്ത് എഴുതി പഠിക്കും? അത് എഴുതി പഠിച്ചാൽ എനിക്ക് ഓർമ്മ നിൽക്കുള്ളൂ മാമ, അല്ലെങ്കിൽ ഞാൻ മറന്നു. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ടൊക്കെ. കറക്റ്റ്, അത് തന്നെ അളിയാ. എഴുതി പഠിച്ച എപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. നിങ്ങളിങ്ങനെ ഉറക്കം കളഞ്ഞ് ഇവിടെ നിക്കണമെന്നൊന്നുമില്ല, എല്ലാരും പൊക്കോ. അതങ്ങനെ മോളിരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോ അച്ഛൻ കൂട്ടിരിക്കാം, അച്ഛൻ ഇരിക്കാം. അയ്യോ വേണ്ട, അച്ഛനത് ബുദ്ധിമുട്ടാവൂലേ? ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? മക്കളെ, വിശക്കാണെങ്കിൽ മിക്സർ കഴിക്കുക. വെള്ളം അമ്മ അവിടെ കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, ഫ്ലാസ്കിലാക്കി വെച്ചിട്ടാ. താങ്ക്സ് അമ്മ, താങ്ക്സ്. അല്ല, എന്നാ ഒരു കാര്യം ചെയ്യേ, നിങ്ങളൊക്കെ പൊയ്ക്കോ. യവക്ക് കൂട്ടായിട്ട് ഞാനിവിടെ ഇരുന്നോളാം. അയ്യോ ആണോ, ഉറക്കം എണീറ്റിങ്ങനെ ഇരുന്നാലുണ്ടല്ലോ ആരോഗ്യത്തിന് പ്രശ്നമാണത്. ഓ എന്തോ കുഴപ്പം. പൊക്കോ, എല്ലാരും പൊക്കോ പൊക്കോ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോവാം. അവളിരുന്ന് പഠിക്കട്ടെ. അതെ, എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. പിന്നെ ഒരു കാര്യം ചെയ്യ്, വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. വിളിക്കാം. ഓക്കെ അളിയാ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇരുന്ന് പഠിക്കട്ടെ നല്ലോണം. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ നിനക്ക് പഠിക്കാൻ. അയ്യോ, പഠിക്കുന്നില്ലേ മോളെ? പഠിക്കും. എന്റെ പേന ഞാൻ തീരാറായി. എടുക്കാൻ തീരാറായി. പേന ഒരു മഷി തീരാറായി. എഴുതി പിന്നെ ഒന്ന് എടുത്തോളാം. മാമന്ത് ഇവിടെ ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞോലെ. ഗുഡ് നൈറ്റ്. പേന തീരും. ടാറ്റ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.